നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ പലതരത്തിലുള്ള ശക്തികളാണുള്ളത്. സാധാരണക്കാരായ മനുഷ്യർക്ക് ഇത്തരത്തിലുള്ള ശക്തികൾ കാണാനും അറിയാനും പറ്റുന്ന ഒരു കഴിവ് ദൈവം തന്നിട്ടില്ല. അത്തരത്തിലുള്ള ശക്തികൾ നമ്മുടെ ഈ പ്രപഞ്ചത്തിലുണ്ടെന്ന് എല്ലാ മനുഷ്യരും മനസ്സിലാക്കിയിരിക്കണം. അത്തരത്തിലുള്ള ഒരു എനർജിയാണ് നെഗറ്റീവ് എനർജി. ചില സമയങ്ങളിലൊക്കെ ഇത് നമ്മുടെ ഗ്രഹങ്ങളിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് കൂടുതലും ഈ നെഗറ്റീവ് എനർജി കുടികൊള്ളുന്നത്. അതിനാൽ നാം നമ്മുടെ ഭവനം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. വസ്ത്രങ്ങളൊന്നും വലിച്ചു വാരി ഇടാതെ നോക്കണം. അതുപോലെ തന്നെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൂട്ടിയിടാതെ നോക്കണം. ഇതിനകത്തെല്ലാം നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന ആ ഒരു എനർജി കയറിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. തുണികളെല്ലാം കൂട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ അതെല്ലാം കുടഞ്ഞ് അതിനടിയിലെല്ലാം ചൂലുകൊണ്ട് അടിച്ച് വൃത്തിയാക്കി ഇടണം. മുഷിഞ്ഞ വസ്ത്രമാണെങ്കിൽ പോലും എവിടെയെങ്കിലും മടക്കി ഒരു അഴയിലോ എവിടെയെങ്കിലും ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മുടിയൊന്നും വീടിനകത്ത് അലക്ഷ്യമായി പാറിപ്പറന്നു നടക്കാതെ ഇരിക്കാൻ ശ്രമിക്കണം. എവിടെയെങ്കിലും കിടക്കുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ എടുത്ത് പുറത്ത് കളയേണ്ടതാണ്. ഇങ്ങനെയുള്ള എനർജികളൊക്കെ ഇല്ലാതാവാൻ വേണ്ടിയിട്ടാണ് പണ്ട് കാലങ്ങളിൽ അടിച്ചു തളിക്കുക എന്നൊരു സമ്പ്രദായം തുടർന്നു പോന്നിരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ തിരക്കേറിയ ജീവിതശൈലി കാരണം ഇതൊന്നും ചെയ്യാനായി ആർക്കും സമയം തികയുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പം ഈ നെഗറ്റീവ് എനർജി നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ആഴ്ചയിൽ 1, 2, 3 അതിൽ എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ അത് നല്ലത് തന്നെ. എന്നാലും സമയം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ആഴ്ചയിൽ 1, 2 പ്രാവശ്യമെങ്കിലും ഇക്കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കുന്ന സമയത്ത് കുറച്ച് കുന്തിരിക്കം വാങ്ങി അതൊന്ന് പുകയ്ക്കുകയാണെങ്കിൽ, പുകയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് കൊണ്ട് നടന്ന് നമ്മുടെ വീടിൻ്റെ എല്ലാ മുറിയിലും ആ പുക കിട്ടത്തക്ക വിധത്തിലൊന്ന് പുകച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുറികളിലും വീടുകളിലും എല്ലാമുള്ള നെഗറ്റീവ് എനർജിയെയെല്ലാം പെട്ടെന്ന് നമുക്ക് ഇല്ലാണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇക്കാര്യം വളരെ എളുപ്പമായി വീട്ടിൽ മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പം തിരക്ക് പിടിച്ച് ജോലിക്ക് പോയിട്ട് വന്നിട്ട് ഇത് ചെയ്യണം എന്നൊന്നും നിർബന്ധമില്ല. വീട്ടിലാരെങ്കിലും മുതിർന്നവരുണ്ടെങ്കിൽ അവർക്കാണെങ്കിലും ഇതൊക്കെ ചെയ്യാവുന്ന ഒരു ചെറിയ കാര്യമാണല്ലോ. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ വീട്ടിൽ നല്ലൊരു പോസിറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫലങ്ങൾ എന്താണെന്ന് നിങ്ങൾ ഇതിന് കമൻറ്റിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്.